തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിച്ച മെശിഹാതമ്പുരാനെ, ഞങ്ങളുടെ ജീവനെ ശക്തിപ്പെടുത്തി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദുഃഖവെള്ളിയാഴ്ചത്തെയും ദുഃഖശനിയാഴ്ചത്തെയും നമ്മുടെ ആരാധനയിലെ കൗമ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിച്ച ദൈവമേ. എല്ലാ മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് മരണം. മരണം കൊണ്ട് ജീവിതം തീരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. അതല്ല, മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ദൈവം ഒരു മനുഷ്യനായി അവതരിക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി മരിച്ചു. അതുകൊണ്ടാണ് മനുഷ്യനായി ഞാൻ മരിച്ചാലും എനിക്ക് ഉയർപ്പുണ്ടെന്ന് ലോകത്തോട് പറയുവാൻ എനിക്ക് കഴിയുന്നത്, സഭയ്ക്ക് കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കാനാണ് ദൈവം ലോകത്തിൽ സഭയെ ആഗ്രഹിച്ചിരിക്കുന്നത്. യേശു മരിക്കുക മാത്രമല്ല, യേശു ഉയർക്കുകയും ചെയ്തു. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു. വളരെ വ്യക്തതയോടുകൂടെ മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കാൻ ഈ യേശു എന്ന രക്ഷകൻ മരിച്ചു. മറ്റു സമൂഹങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ദൈവത്തിന് എങ്ങനെ മരിക്കാൻ കഴിയും? ദൈവം മരിച്ചതുകൊണ്ടാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അവിടുന്ന് വെളിവാക്കിയത് എന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നു. പൊന്തിയോസ് പിലാത്തോസ് എന്ന ആളിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ചു. വിശ്വാസ പ്രമാണത്തിലെ പ്രഖ്യാപനങ്ങളൊന്നാണ് അത്, യേശുവിൻ്റെ മരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നമ്മൾക്കും തന്നതിനാൽ നമ്മുടെ മർത്യ ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കും. ഇതാണ് ഉയർപ്പിൻ്റെ പ്രത്യാശ. മരണത്തെ മരണം കൊണ്ട് തന്നെയാണ് ദൈവം നേരിട്ടത്. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷം കണ്ടുപിടിച്ചത് പേപ്പട്ടി വിഷം കൊണ്ട് തന്നെയാണ്. ആൻറ്റിഡോട്ട് അതാണ്. അങ്ങനെയാണ് പേപ്പട്ടി വിഷത്തിനൊരു മറുമരുന്ന് കണ്ടുപിടിച്ചത്. മരണം മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതം, ശവക്കുഴിക്കപ്പുറമായിട്ടൊരു ജീവിതം. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു എന്ന് ഓരോ വിശ്വാസിയും പറയാൻ തക്കവണ്ണം ഈ ഉയർപ്പിൻ്റെ സന്ദേശവാഹകരായിരിക്കാൻ നമുക്ക് കഴിയണം. ദുഃഖശനിയാഴ്ചയുടെ പ്രത്യേക സന്തോഷവും സന്ദേശവും അതാണ്. ചില സഭകളിൽ കബറിടങ്ങളിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന പതിവുണ്ട്. ഈ ശവക്കുഴിക്കുള്ളിൽ കിടക്കുന്നയാൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. ജീവൻ്റെ അടയാളമാണ് തീ. അതുകൊണ്ട് ഈ ദീപനാളം പോലെ തന്നെ ഇവൻ ഉയർക്കും, കത്തും, ജീവിക്കും. അതൊരു വലിയ പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമുക്ക് തന്ന ദൈവത്തിന് സ്തോത്രം. ദുഃഖശനിയാഴ്ച ലോകമെമ്പാടുമുള്ള സമൂഹത്തോടെ ക്രൈസ്തവ സഭ പറയുകയാണ്, മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല, അത് തുടരും എന്നുള്ള വലിയ പ്രത്യാശ. മെത്രാന്മാർ ഉപയോഗിക്കുന്ന കുരിശിനെ സ്ലീബ എന്ന് പറയാറുണ്ട്. 4 വശത്തും ഒരുപോലെ ഇരിക്കുന്ന 4 തൂണുകൾ. അത് ഒരു പൂവിൻ്റെ മൊട്ട് പോലെയാണ്. നാളെ ഇത് വിടരും. ടുമോറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്ലൂം. ഈ വിടരുന്നത് കൊണ്ടാണ് പ്രത്യാശ. മൊട്ടായിരിക്കുന്ന ഈ പുഷ്പത്തിൻ്റെ ഭാഗം നാളെ വിടർന്ന് സൗരഭ്യം പുലർത്തും. മരണപ്പെട്ട എല്ലാവരും നാളെ ഉയർത്തിൽ നിൽക്കും. ഇത് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭ്യമായ ഒന്നാണ്. യേശു പറയുന്നു, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്, എന്നിൽ വിശ്വസിക്കുന്നതിന് എന്നാളും ജീവിക്കും. ഈ ജീവൻ്റെ അനുഭവക്കാരായിരിക്കാൻ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൽ വിശ്വസിക്കണം, ഉറയ്ക്കണം. അങ്ങനെ പ്രത്യാശയുള്ള എല്ലാവർക്കും ദൈവം മോക്ഷവും നിത്യാനന്ദവും നിത്യജീവനും തരും. ഈ നിത്യജീവൻ്റെ പ്രചാരകരായിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസേനയിൽ സമർപ്പിക്കാം. മരിച്ചാലും ഞാൻ ഉയർക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ മരണത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പ്രത്യാശയുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുവാൻ, ജീവിപ്പാൻ ഈ ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും മാറി നല്ല വെള്ളിയാഴ്ചയായിട്ട് പരിണമിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിൽ നമുക്ക് ഒന്നായി ജീവിക്കാം. ജീവനുള്ളവരും മരിച്ചവരും ഒന്നു ചേരുന്നതാണ് സഭ. ആ വലിയ സഭയുടെ അംഗങ്ങളായി നിത്യതയോളം പോകുന്ന ബന്ധത്തിൽ ജീവിപ്പാൻ, നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത യേശു നമ്മോടുകൂടെ ഈ നിത്യസന്തോഷവും നിത്യസന്ദേശവും അനുഭവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും യോഗ്യരാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.